സ്ത്രീകളിൽ കോമണായി കണ്ടുവരുന്ന ഒവേറിയൻ മുഴകളെ പറ്റി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റൽ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ കൺസൾട്ടൻ്റായ ഡോക്ടർ സിസിജ കല്ലുപ്പറമ്പനാണ്. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, സ്കാനിങ്ങിൻ്റെ സമയത്ത് ഓവറിയിലൊക്കെ ചെറിയ മുഴകൾ കാണാറുണ്ട്, അതുപോലെ തന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ളിടത്ത് സിസ്റ്റുകൾ കാണാറുണ്ട്. ഇതെല്ലാം ഒവേറിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറുകളാണ്. നമ്മളിപ്പം മറ്റ് എക്സ്ട്രീംസ് ഓഫ് ഏജ് പോലെയല്ല, ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്ന സ്ത്രീക്ക് ഇത്തരത്തിൽ ഓവറിയിൽ വ്യത്യാസങ്ങൾ വരാൻ ഏറ്റവും സാധ്യതയുള്ളൊരു ഏജ് ഗ്രൂപ്പിലാണ് അവർ. അപ്പം അതിൽ ഒരു 85% ഇത്തരത്തിൽ കാണുന്നുള്ള വ്യത്യാസങ്ങൾ, അത് സിസ്റ്റുകളാകട്ടെ അല്ലെങ്കിൽ ഒരു ട്യൂമർ ലൈക്ക് ലീഷൻസ് ആവട്ടെ, അത് ഏറെക്കുറെ ഇനേർട്ടായിരിക്കാൻ, ബിനൈൻ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. കാരണം ഓവറി ഒരു ഫങ്ഷനിങ് ഏജിലായതുകൊണ്ട് തന്നെ ആ ഒരു ഓവറിയിലുള്ള ഫോളിക്കിളുടെ ഫങ്ഷനിങ്ങിൻ്റെ ഭാഗമായി മാറുന്ന ഫോളിക്കുലർ സിസ്റ്റോ അല്ലെങ്കിൽ ഒരു കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റോ, ഇതൊക്കെ സാധാരണ നമ്മൾ ഫോളോ അപ്പിൽ മാത്രം വെക്കാറുള്ള തരത്തിലുള്ള ഫൈൻഡിങ്സ് ആണ്. അതുപോലെ തന്നെ ബിനൈനായിട്ട് തന്നെയും പ്രശ്നക്കാരല്ലാത്ത സിസ്റ്റുകൾ, അതായത് നമുക്കത് ഫോളോ അപ്പ് ചെയ്യാനും ചെറിയ സൈസിലായിരിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു ഏജ് ഗ്രൂപ്പ് കൂടിയാണ്. ബട്ട് അതിൽ ഒരു ചെറിയ ശതമാനം, ആവറേജ് ഒരു 7 to 10% മാത്രമാണ് ഈ പ്രായക്കാരിൽ അതൊരു ക്യാൻസറിലോട്ട് പോകാനുള്ള സാധ്യത. അപ്പോൾ അത് സ്കാൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ഇമേജിങ് നോക്കുമ്പോഴും അതിനനുസരിച്ച് ക്യാൻസറിൻ്റേത് പോലെ സൂചിപ്പിക്കുന്ന വ്യത്യാസങ്ങൾ ആ റിപ്പോർട്ടിലും ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് ഈ ആൾക്കാരെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഡോക്ടർ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് അടിയന്തരമായിട്ട് സർജറി ആവശ്യമായിട്ട് വരുന്നത്? അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത് ഗർഭധാരണ ആ സമയത്തായിട്ട് നമുക്ക് ഈ സർജറി ചെയ്യാനായിട്ട് ഉള്ള റിസ്ക് എത്രമാത്രമുണ്ട്? ഇപ്പം നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു വലിയ സൈസിലുള്ള ഒരു ഒവേറിയൻ സിസ്റ്റം ഉള്ള ഒരാളെ നമ്മൾ ഫോളോ അപ്പിൽ വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അവർക്ക് ആ ഒരു സിസ്റ്റ് ഇൻ ഫ്യൂച്ചർ ഫോളോ അപ്പ് ചുരുങ്ങി വരേണ്ടതായിരിക്കും എന്നുള്ളൊരു പ്ലാൻ ആയിരിക്കും നമുക്കുണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു വെയിറ്റിംഗ് ടൈമിൽ എപ്പോഴെങ്കിലും ആ ഒരു സിസ്റ്റിൻ്റെ സൈസ് കൊണ്ടോ അതിൻ്റെ നേച്ചർ കൊണ്ടോ അതിന് തിരിയുവാൻ, ടോർഷൻ ആണ് മെഡിക്കലി പറയുന്നത്, അത്തരത്തിൽ ടോർഷൻ ഉണ്ടാകുവാനോ അതല്ലെങ്കിൽ തന്നെ ഈ സിസ്റ്റിനുള്ളിലോട്ട് ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിലോ ആൻഡ് അതല്ല അത് പൊട്ടി റപ്ചർ പോലെയൊക്കെ വരുന്ന അവസരങ്ങളിൽ നമ്മളിത് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അത് നമുക്ക് ദീർഘനാൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതൊരു എമർജൻസി ഇൻഡിക്കേഷന് വേണ്ടി നമ്മളത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഫോളോ അപ്പിൽ വെച്ചിരിക്കുന്ന ഒവേറിയൻ സിസ്റ്റുകൾ, അതായത് ഒരു 7 cm താഴെയായിരിക്കുക സിസ്റ്റിൻ്റെ സൈസ്, അതല്ലെങ്കിൽ പേഴ്സിസ്റ്റൻറ്റ് സിസ്റ്റ്, അത് സൈസ് വ്യത്യാസം വരാതെ ഇരിക്കുക, അതിലുള്ള സ്കാനിലെ ഫൈൻഡിങ്സിൽ വെച്ചിട്ട് അതിലോട്ടുള്ള രക്തയോട്ടം ഒക്കെ ഒരു സസ്പീഷ്യസ് പോലെ നമുക്ക് ആ ഒരു ഇമേജിങ് ഫൈൻഡിങ് അങ്ങനെ തോന്നുവാണെങ്കിൽ അവരെയും നമ്മളൊരു എലക്റ്റീവ് ആയിട്ടുള്ളൊരു ഓപ്പറേഷന് പ്ലാൻ ചെയ്യേണ്ടി വരും. പ്രഗ്നൻസിയിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു ഐസൊലേറ്റഡ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മേ ബി ആ കുട്ടിയുടെ പ്രഗ്നൻസി സ്കാനിലാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ആദ്യമായി കാണുന്നതെങ്കിലും പരമാവധി ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ്റെ ഉള്ള ഒരു റിസ്ക് കൊണ്ട് മാത്രമല്ല അനസ്തീഷ്യയ്ക്ക് എടുക്കുന്ന റിസ്കുകളും ഒക്കെ കരുതി നമ്മൾ ആദ്യത്തെ 3 മാസ കാലഘട്ടം പ്രഗ്നൻസിയിൽ ഓപ്പറേഷൻ ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനുശേഷം ഇൻ കേസ് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യണം എന്ന് തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ കടന്നതിന് ശേഷമായിരിക്കും ഓപ്പറേഷൻ എന്നുള്ളൊരു പ്ലാൻ നമ്മൾ എടുക്കുന്നത്. ഡോക്ടർ, 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളിൽ ഇപ്രകാരം സർജറി ചെയ്യുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്? ഇപ്പോൾ 40 വയസ്സിനുള്ളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റോ അല്ലെങ്കിൽ ഓവറിയിലുള്ള വ്യത്യാസപ്പെട്ട ട്യൂമറുകളോ നമ്മൾ കാണുന്നത് എങ്കിൽ ഇവർ ഒരു ഫാമിലിയൊക്കെ കംപ്ലീറ്റഡ് ആണോ, ഇവരുടെ പ്രഗ്നൻസി എന്നുള്ള ഒരു ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണോ എന്നുള്ളൊരു ഇൻഡിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സർജറിക്ക് വേണ്ടി കൺസിഡർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇവർക്ക് ഓപ്പറേഷന് വേണ്ടി നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് നമ്മളിത് ഏത് രീതിയിലുള്ള ഓപ്പറേഷൻ ആയിരിക്കണം എന്നുള്ളതും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ എടുക്കും. പ്രിഫറബിളി ഒരു കീ ഹോൾ സർജറി, ലാപ്രോസ്കോപ്പി എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും പ്രധാനമായിട്ടും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ലാപ്രോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ സജ്ജമാക്കുമ്പോൾ നമ്മൾ ഈ ഓവറിയിലുള്ള മുഴ പരമാവധി പൊട്ടി അത് സ്പില്ല് ചെയ്ത്
വയറിലോട്ട് അതിൻ്റെ കണ്ടൻസ് സ്പ്രെഡ് ചെയ്യാതെ ഇരിക്കാനും നമ്മൾ ആ ഓപ്പറേഷൻ്റെ സമയത്ത് തന്നെ ഉള്ളിൽ വേണ്ടി അത് കണ്ടെയ്ൻ ചെയ്തെടുക്കാൻ ഒരു എൻഡോ ബാഗ് യൂസ് ചെയ്യാനും ഒക്കെ കൂടുതലായിട്ട് ശ്രമിക്കും. അത് ഈ ഒരു സിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കോംപ്ലിക്കേഷൻസ് ഓപ്പറേഷൻ സമയത്തോ അതിന് ശേഷമോ ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ ഓവറിയുടെ വാസ്കുലാരിറ്റി, ഓവറിയിലോട്ടുള്ള രക്തയോട്ടം അടുത്തിട്ടുള്ള ഭാഗങ്ങളിൽ ഈ ഇലക്ട്രോ കോട്ടറി, അതായത് ഓപ്പറേഷൻ സമയത്ത് വേണ്ടി യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് എനർജി പോലത്തെ ഡിവൈസസിൻ്റെയൊക്കെ ഉപയോഗവും വളരെ ലിമിറ്റഡ് ആയിരിക്കും. ബിക്കോസ് അത് ആ ഒരു ഓവറിയുടെ റിസർവിന് അത് കാരണം അത് കുറവ് വരുത്താനും പാടില്ല. ആൻഡ് ഓപ്പറേഷൻ്റെ സമയത്ത് തന്നെ ആ ഒരു അഫക്റ്റഡ് ഓവറിയിൽ നമ്മൾ ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റ് ഓവറി അത് സ്കാനിങ്ങിലൊക്കെ നോർമലായിരുന്നു എന്നുള്ള ഫൈൻഡിങ് ആണെങ്കിൽ പോലും അതങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുകയും കൂടെ നമ്മൾ ഈ സർജറിയിൽ ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ പോലുള്ള സർജറിക്ക് ശേഷം പേഷ്യൻസ് എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഓപ്പറേഷന് ശേഷം അവർക്കൊരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു ഫോളോ അപ്പ് നമ്മൾ അവർക്ക് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അന്ന് ഈ ഒരു ചെക്കപ്പ് നടത്തുന്ന സമയത്ത് തന്നെ ഈ ഓപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ ഈ മുഴ പത്തോളജി പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു റിപ്പോർട്ടും കൂടി എടുത്ത് അത് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കുന്നതല്ല എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വളരെ ഇനേർട്ടായിട്ട് തോന്നുന്ന പോലെ ചിലപ്പോൾ ഓപ്പറേഷൻ്റെ സമയത്തും മറ്റ് പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നാത്ത സിസ്റ്റുകളിൽ പോലും ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് ക്യാൻസറോ അല്ലെങ്കിൽ ക്യാൻസറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പോലെ ഇൻസിറ്റ്യൂ വ്യത്യാസങ്ങളോ ഉണ്ട് എന്നുള്ളൊരു പാത്തോളജി റിപ്പോർട്ടാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചറായിട്ടുള്ള ഫോളോ അപ്പും അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റും വേണ്ടി വരും. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഫെർട്ടിലിറ്റി സേവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയായിരിക്കും? ഇപ്പം ഈ ഒരു സർജറി എന്നുള്ളത് മാത്രമല്ല, ഇപ്പം ഭാവിയിലോട്ടുള്ള അവരുടെ മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ, ഇപ്പോൾ ഈ ഒരു ഇരുന്നതൊരു ട്യൂമർ ആയിരുന്നെന്നും അത് പാത്തോളജി റിപ്പോർട്ടിൽ അതൊരു ക്യാൻസർ ട്യൂമർ ആയിരുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ ഈ ട്യൂമർ നമ്മൾ റിമൂവ് ചെയ്തു എന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ അതുമായിട്ട് അനുബന്ധമായി വേണ്ടി വരുന്ന കീമോ, റേഡിയേഷൻ പോലത്തെ ചികിത്സകളും മിച്ചമുള്ള ഓവറിയിലുള്ള അണ്ടങ്ങളുടെ നമ്പേഴ്സിനെയും ക്വാളിറ്റീനെയും മോശമായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരൊരു ചെറിയ പ്രായത്തിൽ ഡയഗ്നോസ് ചെയ്ത അസുഖമാണെങ്കിൽ പോലും ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് അവർക്കൊരു ഫെർട്ടിലിറ്റി എന്നുള്ളൊരു ചാൻസ് വരുമ്പോഴേക്കും അവരുടെ ഏജ് ഒത്തിരി കൂടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നേരത്തെ നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഏറെക്കുറെ അവരുടെ ഒരു ഫെർട്ടിലിറ്റി പ്രിസർവ് ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ ഓപ്ഷൻസ് ഉണ്ടെന്ന്. അത് എന്തൊക്കെയാണ് മാഡം? ഇപ്പം കല്യാണം കഴിച്ചിട്ടുള്ള സ്ത്രീകളിൽ നമുക്ക് അവരുടെ എഗ്ഗോ എംബ്രിയോയോ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നത് പോലെ ചെറിയ പ്രായത്തിൽ ഡയഗ്നോസ് ചെയ്തൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്ന പെൺകുട്ടികൾക്കാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഓവറിയുടെ ടിഷ്യൂവോ അല്ലെങ്കിൽ അവരുടെ അണ്ടങ്ങൾ ശേഖരിച്ച് അത് ശീതീകരിച്ച് വെക്കാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള വിട്രിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് എടുക്കുകയും ഭാവിയിലോട്ട് പിന്നീട് ഈ അണ്ടങ്ങൾ വളർത്തിയെടുത്ത് അത് ഇൻവിട്രോ ഫോളിക്കിൾ ഗ്രോത്ത്, മെച്ചുറേഷൻ എന്നൊക്കെയുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഉപാധിയോടെ തന്നെ ഈ അണ്ടങ്ങളിൽ നിന്ന് അവർക്ക് പിന്നീട് ഒരു പ്രഗ്നൻസി ആക്കി എടുക്കാനും ഉള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഡോക്ടർ, അതുപോലെ തന്നെ ഈ PCOSകാർക്ക് ഇങ്ങനെയുള്ള ക്യാൻസറുകൾ വരാറുണ്ടോ? അതിനുള്ള ചാൻസ് ഉണ്ടോ? ഇപ്പോൾ PCOS എന്ന് പറയുമ്പോൾ നമ്മളതിൽ 2-3 ക്രൈറ്റീരിയ ചേർത്തിട്ടാണ് ഒരു ക്ലിനിക്കലി നമ്മൾ PCO എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവർക്ക് മെൻസ്ട്രേഷന് വരാവുന്ന വ്യത്യാസങ്ങളാണ്. അത് എപ്പോഴും സ്ഥിരമായി ഇത്തരത്തിലുള്ള മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉള്ള ആൾക്കാരിൽ അവരുടെ യൂട്രസിൻ്റെ ലൈനിങ് കട്ടിയിലുള്ള വ്യത്യാസവും സ്ഥിരമായി തന്നെ അങ്ങനെ തന്നെ വരികയും ആ ഒരു ടിഷ്യൂവിന് പിന്നീട് വ്യത്യാസം വരാവുന്നതുമാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ PCO എന്നൊക്കെ ഡയഗ്നോസ്ഡ് ആയിരിക്കുന്ന ആൾക്കാർ അവർ ഫ്യൂച്ചറിൽ അവരുടെ ഒരു 40s തൊട്ടേ അവരുടെ പീരീഡ് റെഗുലർ ആയിരിക്കണം എന്നുള്ളത് തന്നെ ഒന്ന് മോണിറ്റർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുത്തുന്ന ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റുകൾ, ഇതൊക്കെ ഏറെക്കുറെ അവരുടെ പീരീഡ് റെഗുലർ ആയിരിക്കാൻ അവരെ സഹായിക്കും. ഭാവിയിലോട്ടുള്ള ക്യാൻസർ ചാൻസസിൽ നിന്നും അവരെ ഹെൽപ്പ് ചെയ്യും. ഒവേറിയൻ മുഴകളെ പറ്റി ഇത്രയും വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നത് ഡോക്ടർ സിസിജ മാഡമാണ്. താങ്ക് യു ഡോക്ടർ.